Good afternoon. Okay, എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിന്റെ എന്തോ നോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? ഇവിടെ ഞാനൊരു മെസ്സേജ് ഒക്കെ ചോദിക്കണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ക്ലിയർ ആക്കി നോട്ട് ചെയ്തില്ലേ? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പലതരത്തിലുള്ള ഡയാലിസിസ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഹീമോഡയാലിസിസ് പഠിച്ചു, രണ്ടാമത്തെ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് പഠിച്ചത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ആ ഒരു പാരഗ്രാഫ് തീർന്നില്ലേ? പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ബ്ലഡ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ച് എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യുന്നു. അവിടെ ഒരു ഡയാലിസർ മെഷീന്റെ ആവശ്യമില്ല, ഒരു മെഷീൻ ഒന്നും വേണ്ട, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതില് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതൊക്കെയാണെന്ന്. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന്റെ മൂന്നിന്റെയും എക്സ്പാൻഡഡ് ഫോം എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് CAPD, എക്സ്പാൻഡ് CCPD, IPD. അതിന്റെ മൂന്നിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തിട്ട്. ഓക്കെ, പലതരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്നിട്ട് ഫസ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD. എക്സാമിന് ചോദിക്കും കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. CAPD എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, എന്താണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്? ഓക്കെ, ഡസ് നോട്ട് നീഡ് എ മിഷ്യൻ. ഇവിടെ മിഷ്യന്റെ ആവശ്യമില്ല, ഒരു പ്രത്യേക പർട്ടിക്കുലർ മിഷ്യന്റെ ഒന്നും ആവശ്യമില്ല. എക്സസൈസ് ക്യാൻ ബി ഡൺ 3 to 5 times a ഡേ. ഒരു ദിവസത്തില് 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യേണ്ടി വരും. എക്സസൈസ് ചെയ്യേണ്ടി വരും ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ്. നമ്മൾ ഉണരുന്ന സമയം മുതൽ നമുക്ക് 3 4 5 പ്രാവശ്യം 3 to 5 എന്ന് പറഞ്ഞിട്ട് 3 പഠിക്കും. 3 ആകാം, 4 ആകാം, 5 ആകാം. ഓക്കെ, 3 to 5 ടൈംസ് ഒരു ദിവസത്തിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു പർട്ടിക്കുലർ മെഷീന്റെ ആവശ്യമില്ല. ഓക്കെ, ഇതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ എണീക്കുന്ന സമയം മുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD. എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കണം കേട്ടോ. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇവിടെ എന്താ? നീഡ്സ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. അതായത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞു ഹീമോഡയാലിസിസിന് നമുക്ക് എന്ത് വേണം? പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ വേണം. എന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസിന് മെഷീൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പർട്ടിക്കുലർ മെഷീൻ വേണമെന്ന് പറയുന്നുണ്ട്. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് ചെയ്യാനായിട്ട് മെഷീൻ വേണ്ട. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസിന് ഡയാലിസിസ് ചെയ്യാൻ മെഷീൻ വേണ്ട. പക്ഷേ ഇതിനകത്ത് നോക്കി, ഇവിടെ ഒരു ഡയാലിസിസ് മെഷീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെഷീൻ വേണം. ഇതാണ് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ വേണം. അല്ലാതെ അവിടെ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാനുള്ള മെഷീൻ അല്ല. ഓക്കെ, ക്ലിയർ ആയോ? അവിടെ ടൈമൊക്കെ ഡയാലിസിസിന്റെ ആ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഒരു ഡയാലിസിസ് മെഷീൻ വേണമെന്ന്. ഓക്കെ, അതൊരു ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ അല്ല. അതാണ് CCPD പറയുന്നത്. നീഡ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ that can be used in the home. നമുക്ക് വീടുകളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് മെഷീൻ വേണം. അതായത് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. This type of dialysis is performed automatically when the patient is sleeping. ഇവിടെ ശ്രദ്ധിച്ചേ, അപ്പൊ ഇവിടെ ഇത് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ആ മെഷീനിൽ ഇത് ടൈമും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡയാലിസിസ് ചെയ്യും. ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പേഷ്യന്റ് ഉറങ്ങുവാണെങ്കിലും അവിടെ ഡയാലിസിസ് ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യും. അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്കൊരു ഡയാലിസിസ് മെഷീൻ വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് മെഷീൻ ഈസ് പെർഫോം ചെയ്യാൻ നിർവഹിക്കാം
ഓട്ടോമാറ്റിക്കലി when the patient is sleeping. ഉറങ്ങുവാണെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെഷീന്റെ സഹായത്തോടു കൂടി നമുക്ക് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡയാലിസിസ് നടക്കും. ഓക്കെ, മറ്റേത് നമ്മൾ എനിക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്തൊക്കെ വെക്കണ്ടേ. നമ്മൾ പെട്രോളിയം ഡയാലിസിസ് പറഞ്ഞില്ല, ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കണ്ടിന്യൂസ് സൈക്കിൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടവിട്ട് കണ്ടിന്യൂസ് അല്ലാതെ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഇടവിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആ CCPD. CCPD-നെ പോലെ തന്നെ ഉള്ളൊരു മെഷീൻ ആവശ്യമാണ്. ബട്ട് ദ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. എന്താ വ്യത്യാസം? CCPD-യിലേക്കായും ട്രീറ്റ്മെന്റിന് ആ ഡ്യൂറേഷൻ കുറച്ചും കൂടി കൂടിയിരിക്കും. ട്രീറ്റ്മെന്റ് എങ്ങനെയാ? വിൽ ബി ലോങ്ങർ. IPD can be done at home. വീടുകളിൽ നമുക്ക് IPD ചെയ്യാം. ബട്ട് എന്നാൽ it is usually in the hospital. സാധാരണയായിട്ട് IPD ഹോസ്പിറ്റലിലാണ് ചെയ്യാറ്. ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാം, വീടുകളിലും ചെയ്യാം. എന്നാൽ സാധാരണയായിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളിലാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ മൂന്നെണ്ണം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പാൻഡഡ് ഫോം നോക്കുക, അതിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് ഡയാലിസിസിലാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് മൂന്നിന്റെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് മെഷീൻ ഒന്നും വേണ്ട. എക്സ്ചേഞ്ച് 3 തുടങ്ങി 5 പ്രാവശ്യം വരെ ഒരു ദിവസത്തിൽ എക്സ്ചേഞ്ച് നടക്കും. അതായത് നമ്മൾ എണീക്കുന്ന സമയം മുതൽ നമുക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ CCPD എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ വേണം. ഇത് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻ അല്ല, അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ IPD എന്ന് പറഞ്ഞാൽ ഈ CCPD-നെ പോലെ തന്നെ ഒരു മെഷീൻ വേണം. പക്ഷെ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ആ ടൈം പീരീഡ് കൂടുതലായിരിക്കും, കുറച്ചും കൂടി കൂടുതലായിരിക്കും. സാധാരണയായിട്ട് നമ്മള് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്. വീടുകളിലും ചെയ്യാം, എങ്കിൽ പോലും ഹോസ്പിറ്റലിലാണ് ചെയ്യാറ്. ഓക്കെ, ഇനി നോക്കിയേ. The supplies and the equipment needed, duration of each treatment and the number of treatment per day will differ depending on the type of PD you are using and your medical condition. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ആവശ്യത്തിനുള്ള സപ്ലൈകളും, ഇതിപ്പോ ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്ലൈകളും എക്യുപ്മെന്റ്സും, അതിന് വേണ്ട ഉപകരണങ്ങളും ഒക്കെ നമ്മൾ അതിന് വേണ്ട ഉപകരണങ്ങളും ആവശ്യമുള്ളത്. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ, ഈ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ ആൻഡ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്, നമ്മൾ എത്ര പ്രാവശ്യം, ചിലപ്പോൾ 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും, ചിലപ്പോൾ 5 പ്രാവശ്യം ചെയ്യണം. അതൊക്കെ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കും. ട്രീറ്റ്മെന്റ് പെർ ഡേ വിൽ ഡിഫർ. ഇതിനനുസരിച്ചാ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD യു ആർ യൂസിങ്. ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, 2 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ഏതാണ്, എന്തൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് എന്തൊക്കെ സപ്ലൈകൾ എക്യുപ്മെന്റ് വേണം, ആ ഡ്യൂറേഷൻ, ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, പിന്നെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ഇതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇതൊന്ന് 3ഉം അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, കണ്ട ക്വസ്റ്റ്യൻ ആണത്. The supplies and equipment needed, duration of each treatment and number of treatment per day will differ. ഇതിനനുസരിച്ചാ depending on the type of PD you are using and your medical condition. മനസ്സിലായില്ലേ? നമ്മൾ ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള സപ്ലൈകളും എക്യുപ്മെന്റും വ്യത്യാസപ്പെടാം, ട്രീറ്റ്മെന്റിന്റെ ആ ഡ്യൂറേഷൻ വ്യത്യാസപ്പെടാം, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമുക്കത് ചെയ്യണം, ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ആ പിക്ചറാണ്, അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പിക്ചറാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 3ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ CRRT ആണ്.
ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കാം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. This therapy is used mainly in the intensive care unit for people with severe kidney failure. ഇങ്ങനെ എല്ലാ എക്സാമിന് ചോദിക്കും കേട്ടോ. ഇത് ഏതാന്ന് നോക്കിയേ. This therapy is mainly in the intensive care unit for people with severe kidney failure. കിഡ്നി രോഗം വളരെയധികം സിവിയർ ആയി കൂടി ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നതാണ് CRRT എന്ന് പറയുന്നത്. നമ്മള് അപ്പൊ അതിനകത്ത് ഓപ്ഷൻസ് ഇങ്ങനെ ചോദിക്കാം. ഹീമോഡയാലിസിസ് ചോദിക്കാം, പെരിറ്റോണിയൽ ഡയാലിസിസ് ചോദിക്കാം, CRRTയും ചോദിക്കാം. അപ്പൊ അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ICUയില് കിഡ്നി ഫെയിലിയർ സിവിയർ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ഡയാലിസിസ് ആണ് ഇത് CRRT എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ അതിന്റെ. Okay, this therapy is used mainly in the intensive care unit for people with a severe kidney failure. It is also known as hemofiltration. അതും ചോദിച്ചിട്ടുണ്ട്. Which type of dialysis is known as hemofiltration? ഏത് ഡയാലിസിസ് ആണ്? CRRT. CRRT അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് hemofiltration. Okay, hemofiltration. It is also known as hemofiltration. Hemofiltration അറിയപ്പെടുന്നത് CRRT ആണ് കേട്ടോ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അണ്ടർലൈൻ ചെയ്തിട്ടോ. രണ്ട് സെന്റൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി നോക്കിയേ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? A machine passes the blood through a tube. A machine passes the blood through a tube. അതായത് ഒരു ട്യൂബിലൂടെ നമ്മുടെ ബ്ലഡിലേക്ക് ഒരു മെഷീൻ കടത്തിവിടും. ഒരു ട്യൂബിലൂടെ നമ്മുടെ ബ്ലഡിലേക്ക് ഒരു മെഷീൻ കടത്തിവിടും. ഇനി it filters. അതൊന്ന് കറക്റ്റ് ചെയ്ത് അവിടെ. It filters. അത് ഫിൽറ്റർ ചെയ്യും. ആ മെഷീനാണ് ഫിൽറ്റർ ചെയ്യണത്. It filters, FILTERS, and eliminates. ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. It filters and eliminates. ഓക്കെ, എന്താ ആദ്യം പറഞ്ഞത്? നമ്മുടെ ഒരു മെഷീന് ട്യൂബിലൂടെ ബ്ലഡിലേക്ക് കടത്തിവിടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ മെഷീൻ എന്ത് ചെയ്യുന്നു? അത് എലിമിനേറ്റ് ചെയ്യാണ്. വേസ്റ്റ്, ബ്ലഡിലുള്ള വേസ്റ്റിനെ വാട്ടറിനെ ഒക്കെ ആ മെഷീന് എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? The blood is returned to the body together with the replacement fluid. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു? തിരിച്ച് ആ ബോഡിയിലേക്ക് കയറ്റും. അതായത് നമ്മളെ ബ്ലഡ് എടുത്തിട്ട് നമ്മളവിടെ ഫിൽറ്റർ ചെയ്യാനായിട്ട്, ഫിൽറ്റർ ചെയ്തിട്ട് ആ ഫിൽറ്റർ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത്. നോക്കിയ ടുഗദർ വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെറൈലാണ്, സ്റ്റെറൈൽ സൊല്യൂഷൻ ആണ് കേട്ടോ. പ്ലാസ്മ പോലുള്ള ഒരു സ്റ്റെറിലൈസിംഗ് സൊല്യൂഷൻ ആണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ആ ബ്ലഡ് ഒക്കെ നമ്മൾ എടുക്കൂലേ, ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ബ്ലഡ് ഒക്കെ എടുക്കുമ്പോൾ ആ ബ്ലഡിലുള്ള നമ്മൾ ആ ഫ്ലൂയിഡിന്റെ ആ ഒരു അവസ്ഥ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഡയാലിസിസ് പ്രൊസീജിയറിന്റെ സമയത്ത് ആ ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബ്ലഡിന്റെ കൂടെ നമ്മൾ ആ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും അതിലേക്ക് കൊടുക്കുന്നത്, ബ്ലഡിലേക്ക് കൊടുക്കുന്നത്. ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ഈസ് എ സ്റ്റെറൈൽ സൊല്യൂഷൻ. ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്, പ്ലാസ്മ പോലെയുള്ളത്. പ്ലാസ്മ വാട്ടർ പോലെ, പ്ലാസ്മയിലുള്ള വാട്ടർ പോലെ, പ്ലാസ്മയിലുള്ള ആ വാട്ടർ പോലെ തന്നെ നമ്മൾ ഒരു സ്റ്റെറിലൈസ് ചെയ്ത ഒരു സൊല്യൂഷൻ, അതാണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ ഈ ഫ്ലൂയിഡും റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും നമ്മൾ കയറ്റി വിടുക ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ആ ലെവല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും ആ ബ്ലഡ് തിരിച്ചു കയറ്റുമ്പോൾ അതിനോടൊപ്പം കയറ്റുക ചെയ്യുന്നത്. Then this procedure is discharged
12 to 24 hours a day. എത്ര സമയം ചെയ്യും? 12 തുടങ്ങി 12 മുതൽ 24 മണിക്കൂർ വരെ ഇത് ചെയ്യും. നോർമലി എവരി ഡേ, സാധാരണയായിട്ട് എല്ലാ ദിവസവും ചെയ്യും. എന്നുവെച്ചാൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് ICUയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് കൊടുക്കുന്നതാണ് CRRT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 12 മുതൽ 24 hours ഇതിങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. നോർമലി എവരി ഡേ, സാധാരണയായിട്ട് എല്ലാ ദിവസവും ചെയ്യും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യണം. ഇന്റൻസീവ് കെയറിൽ കിഡ്നി ഫെയിലിയർ സിവിയർ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ഏതാണ്? CRRT ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. ഇതിന് ഹീമോഫിൽട്രേഷൻ എന്ന് പറയും. അതെങ്ങനെ ചെയ്യുന്നേ? ഈ ഒരു ട്യൂബിലൂടെ നമ്മള് ഒരു ട്യൂബിലൂടെ ബ്ലഡ് നമ്മള് കടത്തിവിടുക ചെയ്യുന്നത്. എ മെഷീൻ passes the blood through a tube. ഒരു ട്യൂബിലൂടെ നമ്മൾ ആ ബ്ലഡിലേക്ക് ഒരു മെഷീനാണ് കടത്തിവിടുന്നത്. മെഷീൻ കടത്തിവിടും. അതാണ് ആ മെഷീനാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് വാട്ടറിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യുന്ന റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ബ്ലഡ് കയറ്റുക ചെയ്യുന്നത്. അത് സാധാരണയായിട്ട് 12 to 24 hours ചെയ്യും. നോർമലി എവരിഡേ, എല്ലാ ദിവസവും തന്നെ ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ട്യൂബിൽ കൂടെ നമ്മളൊരു മെഷീൻ കടത്തിവിടുക ചെയ്ത ബ്ലഡിലേക്ക് മെഷീൻ കടത്തിവിടുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്യണം. മിക്ക എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ CRRTയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ICUയിൽ കിടക്കുന്നവർക്ക് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണെന്ന് ചോദിക്കാം. ഹീമോഫിൽട്രേഷൻ, പെരിറ്റോണിയൽ ഡയാലിസിസ്, CRRT, അങ്ങനെ 3 ഓപ്ഷനും ചോദിക്കും. ഓക്കെ, ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു മെഡിസിൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ. അതിന് ചിലപ്പോൾ കഴിക്കാൻ പാടാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നോർമൽ ആക്കിയാൽ മാത്രം, അതൊക്കെ നല്ല രീതിയിൽ കഴിക്കാം ഈ മരുന്നിന്റെ ഒപ്പം, എങ്കിൽ മാത്രം നമുക്ക് അതിന്റെ കറക്റ്റ് ആ ടാബ്ലറ്റ് അല്ലെങ്കിൽ മരുന്ന് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ. മരുന്ന് മാത്രം കഴിച്ചിട്ട് നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്, നമ്മളൊരു ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി നമുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ ഡയാലിസിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നമ്മൾ കാശ് മുടക്കി നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഈ പോയിന്റ്സ് എത്ര പോയിന്റ്? 5 പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അതിന് കറക്റ്റ് ബെനിഫിറ്റ് കിട്ടും. നമുക്ക് ഡയാലിസിസ് നമ്മൾ ചെയ്യുന്നതിന്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ ഡയാലിസിസിന്റെ ആ ഒരു ഫലപ്രാപ്തി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളാണ് ഇവിടെ താഴെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. റെക്കമെൻഡ് ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. ഇത്ര പ്രാവശ്യം ചെയ്യണം, ഇത്ര ദിവസം ചെയ്യണം എന്ന് പറഞ്ഞ പകുതി വെച്ച് നിർത്തരുത്. എന്ത് ചെയ്യണം? നമ്മൾ റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ചോദിക്കൂട്ടോ, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോ. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. നമ്മളോട് നമുക്ക് പനിയായി, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്കൊരു ആന്റിബയോട്ടിക്സ് 5 ദിവസം എഴുതി തന്നോ, കഴിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു തന്നോ. ആദ്യത്തെ ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് കഴിക്കും അല്ലെ. 3 നേരം എന്ന് പറഞ്ഞാൽ 3 നേരം ഓർത്ത് കഴിക്കാൻ വെച്ചാൽ നമുക്ക് അന്നേരം തീരെ വയ്യ. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ തല ഇത്തിരി പൊക്കാറോ. അപ്പൊ ചിലപ്പോ നമ്മള് എന്താ പറയാ, 3 നേരം കഴിക്കേണ്ടത് ചിലപ്പോ 2 നേരം, ചിലപ്പോ 3 ദിവസം കഴിച്ച് 4ാമത്തെ ദിവസം ഒരു വേദനയില്ല, എല്ലാം മാറിക്കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം ഡയറക്റ്റ് കഴിക്കാനും മറന്നു ഇല്ലേ. പ്രത്യേകിച്ച് അമ്മമാർക്കുടെ കാര്യം കേട്ടോ. അവര് മക്കളുടെയും ഹസ്ബൻഡിന്റെയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും. മക്കൾക്കൊക്കെ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ട് മരുന്നൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട്. പക്ഷെ നമ്മുടെ ഇതിൽ മിക്കവാറും അങ്ങനെയല്ലേ, ഒരു സ്ലിപ്പ് നമുക്ക് തന്നു കഴിഞ്ഞാൽ മരുന്ന് ഫുള്ള് കഴിച്ച് തീർത്തിട്ട് കളയുന്നവരാരൊക്കെയുണ്ട്? മിക്കവാറും ടാബ്ലറ്റിന്റെ സ്ലിപ്പിൽ 2 കുളിക്കെങ്കിലും ബാലൻസ് ഉണ്ടാവും. നമ്മൾ ആരും അതൊന്നും നമ്മുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലെ. അങ്ങനെയൊക്കെയല്ലേ? അങ്ങനെയല്ലേ? മൊത്തമായിട്ട് കറക്റ്റ് ആയിട്ട് കഴിച്ച് തീർക്കും ഒരു മരുന്ന്. നമ്മൾ വേദനയൊക്കെ കുറയുമ്പോ പിന്നെ നമ്മുടെ സമയമില്ല. അപ്പൊ നമ്മൾ അതിനത്രയും ശ്രദ്ധിക്കൂല. നമ്മുടെ ജോലി തിരക്കായിട്ട് നമ്മൾ അതിന്റെ പുറകെ അങ്ങ് പോകും അല്ലെ.
അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞതിന്റെ അനുസരിച്ച് ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നമ്മൾ അത് കംപ്ലീറ്റ് ആക്കി തന്നെ കഴിക്കുക. എന്നാൽ അത് അതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് മാറുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. പകുതി വെച്ച് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം കിട്ടുമോ? ഇല്ല അല്ലേ? സെക്കൻഡ് പോയിന്റ് നോക്കി, കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. രണ്ടാമത്തെ നോക്കിയേ, കസ്റ്റമറിന്റെ അതായത് പേഷ്യന്റിന്റെ ആ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ അബൈഡ് എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. പാലിക്കുക, അബൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഈറ്റിംഗ് പ്ലാൻ, നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ പാലിക്കണം അല്ലെ. ഓരോന്നിനും നമുക്ക് ആ ഡയറ്റ് ഷീറ്റുകൾ, ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഓരോ രോഗമായിട്ട് ചെല്ലുമ്പോൾ ഡയറ്റീഷ്യൻ നമുക്ക് ആ ഒരു ഷീറ്റ് പ്രിഫർ ചെയ്യും. മിക്ക ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് ചാർട്ട്. അവരെങ്ങനെ, പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവരൊരു ഡയറ്റ് പ്ലാൻ അനുസരിച്ച് ഫുഡ് എന്തൊക്കെ കഴിക്കണം, ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞൊരു ചാർട്ട് തരും നമുക്ക്, ഒരു പേപ്പർ തരും നമുക്ക്. അതനുസരിച്ച് ഭക്ഷണം കഴിക്കണം. പ്രത്യേകിച്ചും ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ട്. നമ്മള് വെള്ളമൊക്കെ നമ്മൾ ഒരുപാടൊന്നും കുടിക്കാൻ പാടില്ല. അവര് പറയും 3 ഗ്ലാസ്, അത് ഓരോന്നിന്റെ അനുസരിച്ചൊക്കെ ഇന്ന ഭക്ഷണങ്ങളെ കഴിക്കാമുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്താ നമ്മൾ ഫോളോ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത്, ഡയറ്റീഷ്യന്റെ ടീച്ചിങ് പ്ലാൻ അനുസരിച്ച് തന്നെ, അവര് റെക്കമെൻഡ് ചെയ്തതിന്റെ അനുസരിച്ച് തന്നെ നമ്മുടെ ഭക്ഷണക്രമം പാലിക്കണം. മൂന്നാമത്തെ നോക്കിയേ, എബൈഡ് എന്ന് വെച്ചാൽ പാലിക്കുക. പാലിക്കുക. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, get as much physical activity as possible to improve your strength and heart health. ഓക്കെ, നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യണമെന്ന്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. സ്ട്രെങ്തിനും നമ്മുടെ ഹാർട്ട് ഹെൽത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്, നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ എക്സസൈസുകളിലും, കുഞ്ഞു കുഞ്ഞു എക്സസൈസ്, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസും എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. സാധ്യമായിട്ടുള്ള as much physical activity as possible to improve your strength and heart health. Next, fourth point in the communicate with the dialysis provider and pharmacist about any medication, supplements of herbal product you are taking or are considering starting. അടുത്ത പറഞ്ഞേക്കുന്നത്, നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നവരില്ലേ, ഡയാലിസിസ് പ്രൊവൈഡർ, മരുന്നുകൾ കാര്യങ്ങൾ, ഫാർമസിസ്റ്റ്, ഇവരോട് മരുന്നുകളുമായിട്ട് എന്തെങ്കിലും നമുക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ, അവിടെ നിന്നുള്ള സപ്ലിമെന്റ്സുകള്, ഹെർബൽ പ്രൊഡക്റ്റ് എന്ന പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഇതാട്ടോ ഹെർബൽ പ്രൊഡക്ട്സ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ്. ആണ് ഹെർബൽ പ്രൊഡക്ട്സ്. അതൊക്കെ നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ മരുന്നുകളെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡറിനോട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. ക്ലിയർ ആയോ? നമ്മൾ ഇപ്പൊ കഴിക്കുന്ന മരുന്നാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അതുമായിട്ട് സംബന്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡറിനോട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാം ക്ലിയർ ആക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, talk with the dialysis team about any anxiety. നമുക്ക് എന്തെങ്കിലും ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ, നമുക്ക് ചിലർക്കൊക്കെ നമുക്കൊരു ഇതുണ്ടാവും, ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ.
എന്തെങ്കിലും അയ്യോ ഇത് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെ നമുക്കൊരു ഉത്കണ്ഠ നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ദാറ്റ് യു മേ ഹാവ് എന്തെങ്കിലും ഈ മരുന്ന് ഇപ്പൊ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ മെഡിസിൻ കഴിച്ചത് കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വല്ല അലർജിയോ ചൊറിച്ചിലോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് നമുക്ക് ഡയാലിസിസിനെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഉത്കണ്ഠയുണ്ട് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാന്നൊക്കെ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. അവരോട് ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ അവിടെ ഇരിക്കരുത്. എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആൻസൈറ്റി എന്തെങ്കിലും ഉത്കണ്ഠയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. ഇതാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ കറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ നോക്കി? പെട്ടെന്ന് നോക്കി 5 പോയിന്റ് നമ്മൾ പറഞ്ഞത് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ ഒന്നുകൂടി പറയേണ്ടതുണ്ടോ എന്ന് വേഗം നോക്കണ്ട. 5 പോയിന്റ് പറഞ്ഞ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ക്ലിയർ ആണോ? ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. 2-3 പേര് ഒരാള് കമ്പ്യൂട്ടർ 2-3 പേര് മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ പറയുന്നത് നെക്സ്റ്റ് നോക്കി. ഓക്കെ, ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ നമ്മൾ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാക്കാൻ പോകുന്ന ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് നോക്കുന്നത് കേട്ടോ. നമ്മൾ 2 തരത്തിലുള്ള നമ്മൾ ഡയാലിസിസ് പറഞ്ഞു അല്ലെ? ബോത്ത് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. 2 തരത്തിലുള്ള ഡയാലിസിസിലും ചെറിയ ചെറിയ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. ഹീമോഡയാലിസിസിനാണെങ്കിലും പെട്രോളിയം ഡയാലിസിസിനൊക്കെ ആണെങ്കിലും എന്താ നമ്മൾ ചെറിയ സൈഡ് എഫക്ട്സ് പറയുന്നുണ്ട്. It can also be difficult to tell surely whether its symptoms. അപ്പൊ അതിന്റെ സിംറ്റംസ് നമ്മൾ ഷുവർ ആക്കി പറയുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഡയാലിസിസ്. നമ്മൾ ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർ ദ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. നമ്മുടെ ബോഡീനെ അതെങ്ങനെയാണ് അഫക്ട് ചെയ്തേക്കുന്നത് അതനുസരിച്ച് നമുക്ക് അതിന്റെ സിംറ്റംസ് ഒക്കെ കുറച്ച് വ്യത്യാസപ്പെടാം. അതിന് കറക്റ്റ് ആയിട്ട് ഷുവർ ആയിട്ട് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് ഇതിനകത്ത് പറഞ്ഞേക്ക് നോക്കിയേ. സം ഓഫ് ദ മോസ്റ്റ് കോമൺ ആഫ്റ്റർ എഫക്ട്സ് ദാറ്റ് പീപ്പിൾ ടെൽ ഓഫ് ഇൻക്ലൂഡ്. അപ്പൊ സാധാരണയായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് സാധാരണ ആളുകൾ പറഞ്ഞിട്ടുള്ള ചെറിയ ചില സൈഡ് എഫക്ട്സ് ആണ് ഇവിടെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ എനിക്കിപ്പോ ഒരു അലർജി പോലെ വന്നെങ്കിൽ അപ്പൊ അത് കഴിക്കുമ്പോ ചിന്നുവിന് ചിലപ്പോ അത് ആവണമെന്നില്ല. ചിലപ്പോ ചിന്നുവിന് അത് കഴിക്കുമ്പോൾ വ്യത്യാസപ്പെടാം. അതൊക്കെ നമ്മുടെ ബോഡീനെ അതെങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നതനുസരിച്ച് പലർക്കും പല രീതിയിലായിരിക്കും അതിന്റെ സൈഡ് എഫക്ട്സ് വരുന്നത്. എങ്കിലിപ്പോ നമ്മുടെ ക്ലാസ്സിലെ 31 ഇരിക്കേണ്ട അതില് ഒരു 20 പേർക്കും ഓരോ സിംറ്റംസ് വന്നെങ്കിൽ നമുക്കത് കോമൺ ആയിട്ട് പറയാലോ. അപ്പൊ അങ്ങനെ അത് ഉദ്ദേശിച്ചിട്ട് അതായത് മോസ്റ്റ് കോമൺ ആയിട്ട് ആളുകൾ പറഞ്ഞിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് 2ന്റെ പറയുന്നുണ്ട് കേട്ടോ. ഹീമോഡയാലിസിസിന്റെ പറയുന്നുണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് അതിൽ പറഞ്ഞത് ഏതാണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഏതാണെന്ന് 2ഉം തിരിച്ചു പഠിക്കുക കേട്ടോ. ഇനി അതിനകത്ത് ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് ആണ്. Okay, first one, stoppage in your vascular access site. Vascular access site എന്താ? ബ്ലഡ് നമ്മൾ എടുക്കാനുള്ള എൻട്രൻസ് പോയിന്റ് ഓപ്പണിംഗ്. അതില് ചെറിയ ബ്ലോക്ക് വരാം, തടസ്സം വരാം. സ്റ്റോപ്പേജ് തടസ്സം. വാസ്കുലർ access സൈറ്റില് ബ്ലോക്ക് വരാം, ഒരു ചെറിയൊരു തടസ്സം വരാം. അത് ഹീമോഡയാലിസിസിന്റെ ഒരു സിംറ്റംസ് അല്ല, ഇതിന്റെ സൈഡ് എഫക്ട്.
സൈഡ് എഫക്ട്സ് ആയിട്ട് പറയുന്ന കേട്ടോ. എൻട്രൻസ് പോയിന്റ്, അതായത് വാസ്കുലർ അക്സസ് സൈറ്റില് ചെറിയൊരു ബ്ലോക്ക്, ഒരു തടസ്സം വരാം. രണ്ടാമത് നോക്കിയാൽ മസ്കുലർ സ്പാസം. മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞാൽ പേശി രോഗാവസ്ഥ. പേശികൾക്കൊക്കെ എന്തെങ്കിലും ബലക്കുറവ് അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് മസിൽസിന് വരുന്ന ചെറിയൊരു ഡാമേജ്, ചെറിയൊരു രോഗം, പേശി രോഗാവസ്ഥ, മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ. അടുത്തത് ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കൂടാ. ഹൈപ്പോയാണ് കേട്ടോ, ഹൈപ്പോ കുറയാനാണ്. ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP ബ്ലഡ് പ്രഷർ കുറയാൻ കാരണമാകും. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. Then weakness, dizziness or nausea. Weakness എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണം, വീക്കാവുക. Then dizziness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം. ഡിസിനസ് അറിയില്ലാത്തവർ അതിന്റെ പേര് കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഡിസിനസ് തലകറക്കം. Or nausea. Nausea എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കാനം, ഛർദിക്കാൻ വരിക, ഓക്കാനം വരിക. ഓക്കാനം. പിന്നെ അടുത്ത ബ്ലഡ് ലോസ്, ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടാം. ഇതൊക്കെ ഹീമോഡയാലിസിസിന്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടാണ് പറയുന്നത്. 5 പോയിന്റ് പറയുന്നുണ്ട്, അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. സ്റ്റോപ്പ് ഇറ്റ് ഇൻ യുവർ വാസ്കുലർ അക്സസ് സൈറ്റ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ, ബ്ലഡ് ലോസ്. എല്ലാം കിട്ടിയോ? നമ്മുടെ എൻട്രൻസ് പോയിന്റ് അല്ലെങ്കിൽ മസ്കുലർ അക്സസ് സൈറ്റിൽ ചെറിയൊരു ബ്ലോക്ക് വരാം, ഒരു തടസ്സം വരാം, പേശി രോഗാവസ്ഥ ഉണ്ടാവാം, BP കുറയാൻ കാരണമാകാം, വീക്ക്നെസ് നമ്മള് വീക്കാവാ, ക്ഷീണം വരാം, നമുക്ക് ഡിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം വരാം, ഓർ നോസിയ അല്ലെങ്കിൽ നോസിയ ഓക്കാനം വരാം. ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടപ്പെടാം. ഇനി അടുത്തതാണ് PD എന്ന് പറയുന്നത്. PD എന്ന് പറഞ്ഞാൽ എന്താ? പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ്, PD. അതിനകത്ത് PDയുടെ രണ്ടെണ്ണം പറയുന്നുള്ളൂ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട്. ഹെർണിയ ഉണ്ട്, വെയിറ്റ് ഗെയിനും ഉണ്ട്. ഹെർണിയ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹെർണിയ എന്നുള്ളൊരു ഭാഗം എന്താ? ഹെർണിയ എന്താ? കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്താ മലയാളം? കുടലിറക്കം എന്ന് പറയും കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. കുടലിറക്കം, ഹെർണിയ. അതായത് നോക്കി അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്താന്ന്. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ. അബ്ഡോമൻ വെച്ച വയറ് അല്ലെ. ഓപ്പൺ presenting as a lump or swollen arm. ലംബ് എന്ന് വെച്ചാൽ അതൊരു ഇങ്ങനെ വീർത്ത് വരാം, ചെറിയ വീക്കം പോലെ വരാം, അത് വീർത്ത് വരാം. അതായത് നമ്മള് ഈ നമ്മുടെ പേശി ഭിത്തിയുടെ വയറിലെ പേശി ഭിത്തിയുടെ ബലക്കുറവ് കാരണം അല്ലെങ്കിൽ വയറിനകത്തുണ്ടാകുന്ന പ്രഷർ, പേശി ഭിത്തിയുടെ ബലക്കുറവോ അല്ലെങ്കിൽ വയറിനകത്തുണ്ടാകുന്ന പ്രഷർ മൂലം കുടല് പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന, തള്ളി വരുന്ന ഒരവസ്ഥയാണ് കുടലിറക്കം എന്ന് പറയുന്നത്. ഹെർണിയ എന്ന് പറയും. ഹെർണിയ. ഓക്കെ, അത് അവിടെ തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. Weakness in your abdominal muscles, often presenting as a lump or swollen arm. അതായത് പേശി ഭിത്തിയുടെ ബലക്കുറവ് കാരണം അല്ലെങ്കിൽ നമ്മള് അത് വയറിനകത്തുണ്ടാകുന്ന പ്രഷർ കാരണം ആ കുടല് പുറത്തേക്ക് കുറച്ച് തള്ളി വരുന്ന ഒരവസ്ഥ. ഹെർണിയ. രണ്ടാമത്തെയാണ് വെയിറ്റ് ഗെയിൻ. വെയിറ്റ് പെട്ടെന്ന് കൂടാവുന്നു. നോർമലുള്ള വെയിറ്റിൽ നിന്ന് പെട്ടെന്ന് ഡയാലിസിസ് ഒക്കെ പെരിറ്റോണിയ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി വണ്ണമൊക്കെ വെക്കും. വെയിറ്റ് കൂടാം, വെയിറ്റ് ഗെയിൻ. അത് രണ്ട് PDയുടെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നതാണ്. അപ്പൊ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ നിങ്ങൾ പെരിറ്റോണിയ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മൾ കാണാതെ അത് പഠിച്ചു വെക്കുക. രണ്ടെണ്ണം ഉള്ളൂ, എളുപ്പമാണ്. ഹെർണിയ ഉണ്ട്, വെയിറ്റ് ഗെയിൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെരിറ്റോണിയ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്ന് ചോദിച്ചാലും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചാലും രണ്ടിനും ആൻസർ എഴുതാം. ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ പെരിറ്റോണിയ ഡയാലിസിസിന്റെ രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ ബാക്കി HDയിൽ വന്നതല്ലേ, ഹീമോഡയാലിസിസിന്റെ വന്നതല്ലേ, ആഫ്റ്റർ ഇഫക്ട്സ് അല്ലേ. അപ്പൊ എളുപ്പം രണ്ടെണ്ണം, ആ കുഞ്ഞിത് പഠിക്കാനല്ലേ എളുപ്പം. അപ്പൊ ഹെർണിയ വെയിറ്റ് ഗെയിനും പഠിച്ചു വെക്കും. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ഇവൻ these after effects may sound the same. അപ്പൊ ഈ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് കേട്ടപ്പോ നിങ്ങൾക്ക് പേടി വന്നോ?
പേടിയായോ? ഇതിപ്പോ നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും okay, they should have compared to the risk that arise from continuing to live with the untreated kidney failure. ആർക്കെങ്കിലും പേടി വന്നോ? ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് കണ്ടപ്പോ പേടി തോന്നിയിട്ട് അയ്യോ ഞാൻ ഡയാലിസിസ് ചെയ്യില്ല, ഡയാലിസിസ് വേണ്ട ഒരു പേഷ്യന്റ് ആണ് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ഡയാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ കേട്ട് അയ്യോ ഇങ്ങനെ വരുമല്ലോ എന്ന് പേടിച്ച് നമ്മൾ ഡയാലിസിസ് ചെയ്യാതെ എന്ത് പറ്റും? അവർക്ക് അവസാനം കിഡ്നി രോഗം കൂടി നമുക്ക് മരണം വരെ സംഭവിക്കാം അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? നമ്മള് ഈ രണ്ടിന്റെയും ഹീമോഡയാലിസിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിസിന്റെയും ആഫ്റ്റർ ഇഫക്ട്സ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മള് ഈ ഇപ്പൊ ഒരു അൺട്രീറ്റഡ് കിഡ്നി ഫെയിലിയർ വന്ന ഒരാള് ട്രീറ്റ് ചെയ്യാതെ നമ്മള് ഇനിയുള്ള കാലം മുന്നോട്ട് പോകുന്ന ആ റിസ്ക് അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ കുഴപ്പമില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മള് ഇപ്പൊ ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് കേട്ട് പേടിച്ച് നമ്മള് ഇനിയുള്ള ജീവിതം നമ്മള് ഇതിനെ ട്രീറ്റ് ചെയ്യാതെ കിഡ്നി ഫെയിലിയറുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ, ആ ഒരു അപകടം അവസാനം മരണം വരെ സംഭവിക്കാം. അപ്പൊ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണമെന്ന്. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യമൊന്നും വലിയ കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമ്മൾ ഏതാ നല്ലത്? കറക്റ്റ് സമയത്ത് ഡയാലിസിസിന് ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ? കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ ഡയാലിസിസ് പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് പറയുന്ന രീതിയിൽ കറക്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നമ്മൾ അത് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് കണ്ടിട്ട് പേടിപ്പെട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കില്ല, ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ ഇരിക്കരുത്. അപ്പൊ നമുക്ക് വരാവുന്ന ഒരു റിസ്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കണം. എന്തായാലും കറക്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയാണ് ഉചിതം അല്ലെ? ഇനി അടുത്തതാണ്. അപ്പൊ ആ ഒരു സെക്ഷൻ അങ്ങ് കഴിഞ്ഞു കേട്ടോ. 3 തരത്തിലുള്ള ഡയാലിസിസ് നമ്മൾ പറഞ്ഞു. അതിന്റെ 3 ഹീമോഡയാലിസിസ് കഴിഞ്ഞു, പെരിറ്റോണിയൽ ഡയാലിസിസ് കഴിഞ്ഞു, CRRT കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ ഏത് രീതിയിലൊക്കെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത്, നമ്മൾ ചെയ്യുന്ന ആ ട്രീറ്റ്മെന്റിന് കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ആഫ്റ്റർ ഇഫക്ട്സ് ആ പറഞ്ഞത്, HDയുടെ പറഞ്ഞു, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെയും രണ്ടിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡയാലിസിസ് സെന്റർ ആണ്. ആരെങ്കിലും പോയിട്ടുണ്ടോ, കണ്ടിട്ടൊക്കെ ഉണ്ടോ ഡയാലിസിസ് സെന്റർ? ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ഇറ്റ് ഈസ് എ clinical establishment that to treat the patient with the renal failure or kidney failure. അപ്പോ renal failure അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ചികിത്സ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനമാണ്, ഒരു സ്ഥാപനമാണ്, ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ ആയിട്ട് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം, ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ. Sometimes the patient with a normal renal function also need hemodialysis, like the patient with some poisoning. Sometimes the patient with a normal renal function. ഈ ചിലപ്പോൾ കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആയിട്ടുള്ളവർക്കും ചിലപ്പോ ഈ പോയിസണസ് ഉള്ള പേഷ്യൻസിനെ പോലെ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാം. അതെന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് പാമ്പേടി എപ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആണ്, പക്ഷെ നമ്മുടെ ആ പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് നമ്മള് മാറ്റി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണ്ടേ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന, ഇങ്ങനെ നോർമൽ റീനൽ ഫംഗ്ഷൻ ചെയ്യുന്നവരും നോർമലി കിഡ്നി പ്രവർത്തിക്കുന്ന പേഷ്യൻസിനും ചിലപ്പോൾ എന്താ ചില സമയത്ത് നമുക്ക് ഈ പോയിസണസ് ഉള്ള പേഷ്യൻസിനെ പോലെ തന്നെ എന്താ നമുക്ക് ഹീമോഡയാലിസിസ് നമുക്ക് ചെയ്യേണ്ടി വരാം. കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആയിട്ടുള്ള പേഷ്യൻസിന് ഹീമോഡയാലിസിസ് ചിലപ്പോ ചെയ്യേണ്ടി വരാം. ഓക്കെ. ലൈക്ക് ദ പേഷ്യന്റ് വിത്ത് സം പോയിസണിങ്.
Okay, the dialysis center may act either or both inpatient and outpatient service. Dialysis center എങ്ങനെയാ? Both inpatient and outpatient service. Inpatient service കൊടുക്കുന്നുണ്ട്, outpatient service കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ നമ്മൾ കിടത്തി ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആയിട്ട് അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്പിറ്റലിലല്ല ഡയാലിസിസ് സെന്ററിൽ അവിടെ കിടത്തി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അവരുണ്ട്. പിന്നെ ഡയാലിസിസ് വന്ന് ഡയാലിസിസ് സെന്ററിൽ വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പേഷ്യൻസ് ആണ്. രണ്ട് സർവീസും ഡയാലിസിസ് സെന്റർ കൊടുക്കുന്നുണ്ട്. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ്. ഇനി എങ്ങനെയാ? relying on the medical facility type and may provide self dialysis training and for peritoneal dialysis beside to hemodialysis. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനനുസരിച്ചാ? relying on the medical facility type. അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി എങ്ങനെയാണ്? ഇപ്പൊ കിടത്തി നമ്മൾ അവിടെ കിടത്തി ഡയാലിസിസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻപേഷ്യന്റ് സർവീസും കൊടുക്കാം. ഒരാഴ്ച ചെയ്യണമെങ്കിൽ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ആ ഒരാഴ്ച പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ അല്ല കേട്ടോ, ഡയാലിസിസ് സെന്ററിൽ കിടത്തി നമുക്ക് ഒരാഴ്ചയും നമുക്ക് അവിടെ വെച്ച് ഡയാലിസിസ് ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റി ആ ഡയാലിസിസ് സെന്ററിൽ ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ അത്ര വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ല, നമ്മൾ വന്ന് ഡയാലിസിസ് ചെയ്ത് പോകാനുള്ള ആ ഫെസിലിറ്റി ആണ് ഹോസ്പിറ്റലിൽ ഉള്ളതെങ്കിൽ, ഹോസ്പിറ്റലല്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ സോറി ഡയാലിസിസ് സെന്റർ ആട്ടോ, ഡയാലിസിസ് സെന്ററിൽ അതിനുള്ള ഫെസിലിറ്റി ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്താ നമുക്ക് അവിടെ വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകാം. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് സർവീസും കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഡയാലിസിസ് സെന്ററിൽ ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട്പേഷ്യന്റ് സർവീസ് രണ്ട് സർവീസ് കൊടുക്കുന്നുണ്ട്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി നോക്കിയിട്ട്. ഡയാലിസിസ് സെന്ററിൽ പേഷ്യൻസിനെ അവിടെ കിടത്തി നമുക്ക് എന്താ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ് കൊടുക്കാം. ഇനി അത്രയും ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് സെന്ററിൽ വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാം. രണ്ട് സർവീസും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ് ടു ഹീമോഡയാലിസിസ്. പിന്നെ പറഞ്ഞിട്ട് നോക്കിയേ, ഈ ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും ഡയാലിസിസ് സെന്റർ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങും ഈ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അവർക്ക് ആ പേഷ്യന്റിന് അതിനൊരു ട്രെയിനിങ് കൊടുത്താൽ മതി. 1-2 പ്രാവശ്യമൊക്കെ അവരത് ചെയ്യിപ്പിച്ച് അതിനുള്ള ഒരു ട്രെയിനിങ്, സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്, സ്വന്തമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റിയും ഈ ഡയാലിസിസ് സെന്ററിൽ കൊടുക്കുന്നുണ്ട് ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ. ഓക്കെ, ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു പാരഗ്രാഫ് ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ഓർഗനൈസ് സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിനകത്ത് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർഡ്. എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ ഡയാലിസിസ് സെന്ററിന് വേണ്ടത്? നമ്മളൊരു ഡയാലിസിസ് സെന്റർ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അവിടെ. ഇനി നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയേ. The dialysis area should be provided with the air conditioning. But dialysis area എന്ത് വേണം? Should be provided with the air conditioning. നല്ല AC, ഒരു air conditioning ആവണം. Okay. Dialysis area should be provided with the air conditioning. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ഇത് പറഞ്ഞേക്ക് നോക്കി. Each machine should be at the center of an adequate area. എന്തിനാ? അപ്പൊ ഓരോ മെഷീനും, ഇവിടെ ഡയാലിസിസ് മെഷീൻ എവിടെയായിരിക്കണം വെക്കേണ്ടത്? സെന്ററിലായിരിക്കണം. ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ. അപ്പൊ ആ റൂമിന്റെ അതിനെ അനുവദിച്ച ആ റൂമില് ഡയാലിസിസ് സെന്ററിൽ നമ്മള്
എന്താ ആ റൂമില് നമുക്ക് ആ ഒരു മെഷീൻ എവിടെ വെക്കണം? സെന്ററിൽ വെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടിയാ? To permit easy movements of personal and precision equipments whenever needed. നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ആ ഒരു എക്യുപ്മെന്റ്സുകൾ എടുക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ ആ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥര് അവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ ആ മൂവ്മെന്റ് അത് ഈസി സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ മിഷ്യൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് വെയിറ്റ് ഉള്ള മിഷ്യനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് സെന്ററിൽ വെക്കണം. ആ സെന്ററിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും സ്റ്റാഫിനൊക്കെ നടക്കാനൊക്കെ പറ്റും. ഒരു മൂലൊക്കെ കൊണ്ടുവന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെയൊക്കെ എന്താ പറയാ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് മിഷ്യൻ എപ്പോഴും എവിടെയായിരിക്കണം? ആ അതിനനുവദിച്ചിട്ടുള്ള ആ ഒരു ഏരിയയുടെ സെന്ററിൽ വെക്കണം. എന്തിനു വേണ്ടിയാ? To permit easy movements of personal and restoration equipments whenever needed. ആവശ്യമുള്ളപ്പോഴെല്ലാം ആ റെജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവന അത് ഉണർന്നു വരുത്തുന്ന ആ എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ സുഗമമായ ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട്. തേർഡ് പോയിന്റ് നോക്കി, the layout must have a facility for safeguarding patient privacy. പിന്നെ അതിന്റെ ലേഔട്ട് എങ്ങനെ വേണം? അത് പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റികള് അവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ വേണമെന്ന്. പേഷ്യന്റിന് ഒരു പ്രൈവസി വേണം അവിടെ. ഓക്കെ, പേഷ്യന്റിന്റെ പ്രൈവസിനെ സേഫ് ഗാർഡ് ചെയ്യുന്ന സംരക്ഷിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങള് അവിടെ വേണം, ലേഔട്ടില് വേണം. ലേഔട്ട് എന്ന് പറഞ്ഞാൽ സ്കെച്ച് എന്നുള്ള മീനിങ് ആട്ടോ. നമ്മൾ സ്കെച്ച് വരയ്ക്കൂലേ, ഇതിന്റെ നമ്മളിപ്പോ ഒരു വീട് വരയ്ക്കുമ്പോ അതിന്റെ പ്ലാൻ ഒക്കെ വരയ്ക്കൂലേ, അതിനാണ് ലേഔട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ എന്ത് വേണം? ആ പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റികളും അവിടെ ആ ഒരു നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തണം. അല്ലേ? അടുത്തതാണ് ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഐസൊലേഷൻ, ഒറ്റപ്പെട്ട് നിർത്തുക അല്ലെ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിർത്തുക. ആ പേഷ്യന്റിനെ ഒറ്റപ്പെട്ട് വേറെ പേഷ്യൻസും ആയിട്ടൊന്നും മിങ്കിൾ ചെയ്യാത്ത രീതിയിൽ ആ ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചു കേട്ടോ. അതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐസൊലേഷൻ റൂം എന്നുള്ളത് ഒന്ന് അതിന്റെ താഴെ സ്ഥലം ഉണ്ടല്ലോ ടെക്സ്റ്റില് ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഐസൊലേഷൻ റൂമിന്റെ അവിടെ ഒരു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. Isolation rooms are special hospital rooms. Isolation rooms are special hospital rooms. Special hospital rooms that keep patients separate from other people. Keep the patient separate from other people. While they receive medical care. മനസ്സിലാക്കി വെക്കുക കേട്ടോ. Isolation rooms are special hospital rooms that keep the patients separate from other people while they receive medical care. Okay. എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയേ. There should be a distinct area for dialyzing patients with the conditions that need isolation to guarantee safety to patients and staff in the dialysis room. അപ്പൊ അതായത് ചില ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ
എന്നുവെച്ചാൽ നമ്മള് പ്രത്യേകം കെയർ കൊടുക്കേണ്ട പേഷ്യൻസ്, അപ്പൊ അവരെ മറ്റുള്ള പേഷ്യൻസുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യിക്കാനൊന്നും പാടില്ല. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേകം അവരുടെ നല്ലൊരു കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് പേഷ്യൻസിനെ നമ്മള് അവർക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന ആ റൂം, സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഡയാലിസിസിലെ റൂം, ആ ഒരു ഡയാലിസിസ് ഫെസിലിറ്റിയിൽ ആ പേഷ്യന്റിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന റൂമാണ് അത്. നോക്കിയേ, ആൻഡ് ദാറ്റ് കണ്ടീഷൻ ദാറ്റ് നീഡ് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിൽ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ ഒരു പ്രത്യേക ഏരിയ വേണം. to guarantee safety to patient and staff in the dialysis room. എന്തിനാണ് ഡയാലിസിസ് റൂമിലെ പേഷ്യന്റിനും സ്റ്റാഫിനും സേഫ്റ്റി ഉറപ്പ് നൽകാനായിട്ട്. അപ്പൊ അവരുടെ ആ ഡയാലിസിസ് റൂമിലെ പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ അവർക്കൂടെ ഒരു സേഫ്റ്റി ഉറപ്പ് വരുത്താൻ, എന്നുവെച്ചാൽ മറ്റുള്ള ആളുകളുമായിട്ടൊന്നും വലിയ മിങ്കിൾ ചെയ്യാത്ത രീതിയിൽ അവർക്ക് ഒരു പ്രത്യേക റൂം കൊടുക്കണം. This area should have a free water supply and drainage facility. ഈ ഏരിയയിൽ എന്തുണ്ടാവണം? ഫ്രീ വാട്ടർ സപ്ലൈ, നല്ല വാട്ടർ സപ്ലൈ, അതുപോലെ ഡ്രെയിനേജ് വെള്ളമൊക്കെ കളയുന്ന രീതിയിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്ക് നോക്കിയേ, the dialysis center shall exhibit appropriate signage which shall be in at least 2 language. ഒന്നാണ് ഡ്രോയിങ് ചെയ്തേട്ടോ. ഡയാലിസിസ് സെന്ററിൽ എപ്പോഴും ഒരു സൈൻ ബോർഡുകൾ അവിടെ വേണം, എക്സിബിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കണം. അത് എത്ര ഇതിന് വേണം? ഷാൽ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ്, 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകൾ, സൈനേജ് നമ്മുടെ ഈ ഡയാലിസിസ് സെന്ററിൽ വേണം. ഓക്കെ, അതിപ്പോ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ പാസ് ചെയ്യുന്നുള്ള സൈൻ ബോർഡുകൾ ഉണ്ട്. ഇൻഫോർമേറ്റീവ് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫയർ എക്സിസ്റ്റ് സൈനേജുകൾ, നോ സ്മോക്കിംഗ് എന്നൊക്കെ പറയുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന വിജ്ഞാനപ്രദമായിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകൾ ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മള് പിന്നെ എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിലുകൾ, ഫീസ് സ്ട്രക്ചർ, ഇതൊക്കെ കാണിക്കുന്ന വേറെ സൈൻ ബോർഡുകളും ഉണ്ട് കേട്ടോ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും സേഫ്റ്റിക്ക് ആയിട്ടുള്ള രീതിയിലുള്ള സൈൻ ബോർഡുകളും ഉണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ ഇപ്പൊ ഡയാലിസിസിൽ ഓരോ ഇതിന്റെയും നമുക്ക് ഫീസ് സ്ട്രക്ചർ കാണിക്കുന്ന സൈൻ ബോർഡുകൾ കൊടുക്കാം. ഹോസ്പിറ്റലിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ കാണിക്കുന്ന കൊടുക്കാം. പിന്നെ സെന്റേഴ്സ് ഹവേഴ്സ് ആൻഡ് സർവീസ്, എത്ര ടൈം ഉണ്ട്, എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, എത്ര വരെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന സൈൻ ബോർഡുകളും കൊടുക്കാം. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതും ഉണ്ട്. ഫയർ എക്സിസ്റ്റ് സൈനേജസ്, നോ സ്മോക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സൈനേജുകൾ ഉണ്ട്. ഓക്കെ, കണ്ടീഷൻസ് കാര്യങ്ങൾ പറയുന്നതും നമ്മുടെ പേഷ്യൻസിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകളും ഉണ്ട്. അത് എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ്, 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ളത് വേണം. ഇപ്പൊ നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് മലയാളവും ഇംഗ്ലീഷും മതി അല്ലെ. അപ്പൊ ഓരോ സ്റ്റേറ്റിനൊക്കെ നമുക്ക് മാറി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മള് മലയാളികളാണ്, മലയാളവും ഇംഗ്ലീഷും കൊടുത്താൽ മതി. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തമിഴും കൊടുക്കണം, അവിടെ എന്താ പറയാ ഇംഗ്ലീഷും കൊടുക്കണം. അങ്ങനെ അപ്പൊ നമ്മൾ അതുപോലെ 2 ലാംഗ്വേജിലെങ്കിലും വേണം എന്നാ പറഞ്ഞേക്കുന്നത്. അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയ സൈനേജുകൾ, സൈൻ ബോർഡുകൾ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. ഓക്കെ, അപ്പൊ അത്രയാണ് അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് കേട്ടോ. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ് എന്നുള്ളത് എത്ര ലാംഗ്വേജിലെങ്കിലും വേണ്ടത് അത് നോട്ട് ചെയ്യണം. പിന്നെ ഐസൊലേഷൻ റൂം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ അതിനകത്ത് ആ മെഷീൻ എവിടെ വെക്കണം എന്നുള്ളത് അതും നോക്കാം. എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രദർശിപ്പിക്കുക എന്നുള്ളത്. പ്രദർശിപ്പിക്കണം. ഡയാലിസിസ് സെന്റർ ഷാൽ എക്സിബിറ്റ്. ഡയാലിസിസ് സെന്ററിൽ 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകൾ അവിടെ പ്രദർശിപ്പിക്കണം. ഓക്കെ, എക്സിബിറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ അത്രയും 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്.
ഇത്രയും കാര്യങ്ങൾ ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും ഒക്കെ നോക്കി വെക്കുക കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ നമുക്കത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ നമ്മൾ ചെയ്ത് നമുക്കത് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഡയാലിസിസ് സെന്റർ പറഞ്ഞു, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. ഇത്രയും എല്ലാവരും ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, ബൈ.